കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. കുന്നംകുളം മണ്ഡലത്തിലെ CPI കടങ്ങോട് മില്ല് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും കൂട്ടരാജി. കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ തെറ്റായ നടപടികൾ പ്രതിഷേധിച്ചാണ് സെക്രട്ടറി ഉൾപ്പെടെ 11 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് ഇരുമ്പപ്പെട്ടി ചിറ്റണ്ട ബ്രാഞ്ചിലും കൂട്ടരാജിയുണ്ടായിരുന്നു. CPI കടങ്ങോട് മില്ല് ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും കടങ്ങോട് ലോക്കൽ കമ്മിറ്റി അംഗവുമായ KK ശശി, അസിസ്റ്റന്റ് സെക്രട്ടറി KG സുധാകരൻ, ബ്രാഞ്ച് മെമ്പർമാരായ PA ശ്രീധരൻ, KK വേലായുധൻ, KK സുബീഷ്, OR സന്തോഷ്, PA പ്രകാശൻ, ഗിരിജ സുരേന്ദ്രൻ, ഗീത ശശി, ശോഭന വേലായുധൻ, OS സൂരജ് എന്നീ 11 പേരാണ് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചത്. പാർട്ടിയിലെ വനിതാ പ്രവർത്തകയെ പീഡിപ്പിച്ച മണ്ഡലം കമ്മിറ്റി അംഗത്തിനെയും സാമ്പത്തിക ക്രമക്കേട് നടത്തിയ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും മണ്ഡലം കമ്മിറ്റി നേതൃത്വം സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ചാണ് മണ്ഡലത്തിലെ വിവിധ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചത്. മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം മണ്ഡലം സെക്രട്ടറിയുമായ വനിതാ നേതാവിന് നേരെ ലൈംഗിക അതിക്രമം കാണിച്ച മണ്ഡലം കമ്മിറ്റി അംഗത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടും ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ മണ്ഡല നേതൃത്വങ്ങൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതിനു പകരം പരാതിക്കാരിയായ മഹിളാ നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ് ഉണ്ടായത്. സംഭവം നടന്ന ഉടൻ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും ആരോപണ വിധേയനായ ഈ നേതാവിനെ സംരക്ഷിക്കുവാനാണ് നേതൃത്വം ശ്രമിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം CPI എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയിലെ ചിറ്റണ്ട ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഷക്കീർ ഉൾപ്പെടെ ചിറ്റണ്ട ബ്രാഞ്ചിലെ 12 പേർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. CPI കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ സമ്മേളനം കടവല്ലൂർ നടന്നതിൻ്റെ ഭാഗമായിട്ട് തെറ്റായിട്ടുള്ള നയം പാർട്ടി നേതൃത്വം സ്വീകരിച്ചു. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ട് വലിയൊരു വിഷയമാക്കി കുറച്ച് ആൾക്കാരെ തരുന്നു. ഒരാളുടെ മുകളിൽ പരാതി വന്ന അയാളെ കുറിച്ച് അന്വേഷിക്കാതെ അയാളെ മുകളിലേക്ക് കയറ്റി മറ്റൊരു തരം താത്ത പറഞ്ഞാൽ നമ്മൾ CPIയുടെ മെമ്പർമാർ കടങ്ങോട് ബ്രാഞ്ച് പുതുക്കാൻ തയ്യാറല്ല, രാജിവെക്കുകയാണ്. ഞങ്ങളൊരു 15 ആളുടെ അടുത്തേക്ക് രാജിയുണ്ട്. അതിൻ്റെ പിന്നിലെ ഞങ്ങൾ ഒരു പാർട്ടിനെ തോൽപ്പിക്കാനുള്ള വോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏത് പാർട്ടി ആയാലും തോൽപ്പിക്കാനുള്ള വോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എതിരുള്ള പാർട്ടി ഏതായാലും അവരെ തോൽപ്പിക്കും. അതിനുള്ള അതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. പിന്നെ തെറ്റായിട്ട് ഇങ്ങനെ ഒരാളെ സംരക്ഷിച്ച് പോവുക, 10-15 കൊല്ലമായി പണിക്ക് പോയിട്ട് ഇപ്പോഴും ജീവിതമാർഗവും സുഖമായിട്ട് പോകണം. നമ്മൾ ജോലിക്ക് പോകണവർക്ക് ബുദ്ധിമുട്ടിൽ പോകണം. അപ്പം അങ്ങനെയുള്ളവരെ പാർട്ടി സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് അതിൻ്റെ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മുടെ ഒരു അറിവ്. പാർട്ടി ശരിക്കും അത് പരിശോധിച്ചിട്ട് സമ്മേളനത്തിൽ നടന്ന സംഭവം അവരെല്ലാവരെയും പുറത്താക്കുക, തരം താത്തുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് 4 ആൾക്ക് നീതിയില്ല, ഒരാൾക്ക് മാത്രം നീതി വരുന്നത്. അത് തെറ്റായിട്ടുള്ള ന്യായം കണ്ടുകൊണ്ടാണ് നമ്മൾ രാജിവെക്കാൻ തയ്യാറാവണം എല്ലാവരും. അത് പീഡനം നടത്തുന്ന ആൾക്കാരെ സംരക്ഷിക്കലാണ് പാർട്ടിയുടെ മെയിനായിട്ടുള്ള ജോലി എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സ്ത്രീക്ക് നീതി കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് നീതി കിട്ടിയതിന് പീഡിപ്പിച്ച ആളുടെ പേരിൽ CPIയുടെ വലിയൊരു മെമ്പറാണ്. അയാളെ കേസ് എടുത്തു, കാര്യങ്ങളൊക്കെ അങ്ങനെ പോകണം. അങ്ങനെയാണ് പാർട്ടി ഇപ്പോൾ 2 ആൾക്ക് വേണ്ടിയിട്ടാണ് CPI എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് കുന്നംകുളം ഭാഗത്ത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള നയമാണ്. അത് തിരുത്താൻ വേണ്ട ആവശ്യങ്ങൾ പാർട്ടി നേതൃത്വം ചെയ്തില്ലെങ്കിൽ പാർട്ടിക്ക് ഇനിയും ബുദ്ധിമുട്ടുകൾ വരും. നമ്മൾ 10 ആൾ പോന്നു കഴിഞ്ഞാൽ ഒരു 100-300 വോട്ടിൻ്റെ ഒരു ഭാരം കുറയവർക്ക്. അതിനുള്ള ആൾക്കാർ ഞങ്ങൾക്കുണ്ട്, അത് ഞങ്ങൾ ചെയ്യും. ഏത് പാർട്ടി നിന്നാലും ആരെന്നെ സഹായിക്കുന്നത് ഞങ്ങൾക്ക് 10 ആൾക്ക് തോന്നിയാൽ ആ 10 ആളെ ജയിപ്പിക്കലാണ് പിന്നത്തെ ലക്ഷ്യം. അതുപോലെ തന്നെ കടങ്ങോട് മുൻ ലോക്കൽ സെക്രട്ടറി ഫണ്ട് തിരിമറി നടത്തിയെന്നും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ഈ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്ന ശക്തമായ നിലപാട് സ്വീകരിച്ച മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ OK ശശി, ES മുരളി എന്നിവരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. CPI കടവല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM മണികണ്ഠൻ, കടങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സത്താർ നീണ്ടൂർ എന്നിവരെ പ്രതികാര നടപടിയുടെ ഭാഗമായി തൽസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്നും ആരോപണമുണ്ട്. പാർട്ടി നേതൃത്വത്തിന്റെ ഇത്തരം നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാജിയുണ്ടാകുമെന്നും സൂചനയുണ്ട്.